Good evening, all of you, and welcome to the world of statistics. ഇന്ന് ഡിസ്ട്രിബ്യൂഷൻ തിയറിയുടെ ലാസ്റ്റ് പാർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഡിസ്ട്രിബ്യൂഷൻ തിയറിയുടെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ട് വന്ന ഡിസ്ട്രിബ്യൂഷൻസിന്റെ ലാസ്റ്റ് ഭാഗമായിരിക്കണം. അത് ഓൾറെഡി കഴിഞ്ഞു. വേബിൾ ആൻഡ് പരേറ്റോ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഓൾറെഡി ചെയ്തു. ഇനി അതിനകത്ത് നമുക്ക് ബാക്കിയുള്ള ഒരു ഭാഗമാണ് ബൈവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അതായത് രണ്ട് റാൻഡം വേരിയബിൾസ് ജോയിന്റ്ലി വന്നാൽ എങ്ങനെയാണ്, ടുഗെദർ ആയിട്ട് രണ്ടുപേര് വന്നാൽ എങ്ങനെയാണ്. അതായത് നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഒക്കെ യൂണിവേരിയേറ്റ് കേസിൽ പഠിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് സിംപ്ലി ഒരു റാൻഡം വേരിയബിൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ രണ്ട് റാൻഡം വേരിയബിൾ ടുഗെദർ ആയിട്ട് നിൽക്കുകയാണ്. ഇൻഡിവിജ്വലി ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഫാമിലി ഉണ്ട്. ആ രണ്ട് ഫാമിലികൾ ഒന്നിച്ച് നിൽക്കുന്നു എന്നുള്ളൊരു മീനിങ് മാത്രമാണ്. അതിന് എക്സും വൈയും ജോയിന്റ് ആയിട്ട് നിൽക്കുമ്പോ അതിനെ നമ്മൾ ബൈവേരിയേറ്റ് വേരിയബിൾ എന്ന് വിളിക്കും. രണ്ട് വേരിയബിൾസ് ഒന്നിച്ച് നിൽക്കുന്നു. ഇനി അതിൽ ഓരോന്നിനും ഓരോ ഫാമിലി ഉണ്ടല്ലോ. എക്സിന്റെ മാത്രം ഫാമിലിയെ നമ്മൾ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എന്ന് വിളിക്കും. വൈയുടെ മാത്രം ഫാമിലിയെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ എന്ന് വിളിക്കും. അപ്പൊ നമ്മൾ അതിനെ F1 ഓഫ് എക്സ് എന്നും F2 ഓഫ് വൈ എന്നും ഒക്കെ ഡിനോട്ട് ചെയ്യും. അത് നമ്മൾ ആ ഡെൻസിറ്റി ഫംഗ്ഷനും മാസ് ഫംഗ്ഷനും ഒക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നുണ്ട്, ഡിഗ്രി ബേസ്ഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ നമ്മൾ വെറുതെ ഒരു ബൈവേരിയേറ്റ് വേരിയബിളിനെ അല്ല പറയുന്നത്, ബൈവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷനെയാണ് പറയുന്നത്. ഇനി നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് ഒരു മോഡിൽ എടുത്താൽ മതിയല്ലോ, നമുക്കത് ഭയങ്കര ഇൻഡെപ്ത് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ബൈവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലോട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. അതിനെ ജോയിന്റ് ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് വിളിക്കും. അപ്പോ ബൈവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ജോയിന്റ് ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് f of xy is equal to 1 by sigma 1 sigma 2 2 pi into root of 1 minus rho square. ആ റോ എന്ന് പറയുന്നത് കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. റോ എന്ന് പറയുന്നത് കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ്. Then into e raised to minus 1 by 2 into 1 minus rho square into x minus mu 1 the whole square by sigma 1 square plus y minus mu 2 the whole square by sigma 2 square minus 2 rho into x minus mu 1 y minus mu 2 ആണ് കേട്ടോ. അത് just a typing mistake. y minus mu 2 by sigma 1 sigma 2. ഓക്കെ, അപ്പോൾ x minus mu 1 into y minus mu 2 ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ബൈവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, ജോയിന്റ് ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് വേണ്ടത് ശരിക്കും ഈ ഡെൻസിറ്റി ഫംഗ്ഷൻ ഒന്നും അല്ല. അങ്ങനെ ഡെൻസിറ്റി ഫംഗ്ഷൻ ഒക്കെ അങ്ങനെ വലുതായിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. നമുക്ക് അറിയേണ്ടത് ഒരു 4 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട്. ഒന്ന്, എക്സിന്റെ മാത്രം ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ എന്തായിരിക്കും. അതായത് എക്സും വൈയും ബൈവേരിയേറ്റ് നോർമൽ ആണെങ്കിൽ എക്സിന്റെ മാത്രം മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്തായിരിക്കും, വൈയുടെ മാത്രം മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്തായിരിക്കും. ഇനി എക്സിന്റെയും വൈയുടെയും കൂടെ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും, തിരിച്ചുള്ള കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും. ഇങ്ങനെ 4 കാര്യങ്ങൾ അറിയണം. അത് വലിയ കാര്യമായിട്ടൊന്നും ഓർത്തു വെക്കാനൊന്നുമില്ല. എക്സും വൈയും ഇൻഡിവിജ്വലി മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ് നോർമൽ തന്നെയായിരിക്കും. അതായത് എക്സും വൈയും ബൈവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എക്സും ഒരു നോർമൽ റാൻഡം വേരിയബിൾ ആയിരിക്കണം, വൈയും ഒരു നോർമൽ റാൻഡം വേരിയബിൾ ആയിരിക്കണം. അപ്പൊ എക്സ് എന്തായിരിക്കും ഫോളോ ചെയ്യുന്നത്, μ1 സിഗ്മ 1 സ്ക്വയർ ഉള്ള നോർമൽ ആയിരിക്കും. വൈ എന്തായിരിക്കും, μ2 സിഗ്മ 2 സ്ക്വയർ ഉള്ള നോർമൽ ആയിരിക്കും. ഇനി എഫ് ഓഫ് എക്സ് ഗിവൺ വൈയും എഫ് ഓഫ് വൈ ഗിവൺ എക്സും എന്തായിരിക്കും, അതായത് കണ്ടീഷണൽ ഡെൻസിറ്റി ഫംഗ്ഷൻസ് എന്തായിരിക്കും, അതും എഗൈൻ ഒരു നോർമൽ ആയിരിക്കും വിത്ത് സം സ്പെസിഫൈഡ് പാരാമീറ്റേഴ്സ്. മീനിന്റെ സ്ഥാനത്ത് വന്നേക്കുന്നുണ്ടോ, μ2 പ്ലസ് റോ ഇൻറ്റു അങ്ങനത്തെ ഒരു വലിയ ടേം. വേരിയൻസിന്റെ സ്ഥാനത്തും അതേപോലെ ഒരു വലിയ ടേം വരും. സോ മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻസും കണ്ടീഷണൽ ഡെൻസിറ്റി ഫംഗ്ഷൻസും ഫോളോ ചെയ്യുന്നത് നോർമൽ തന്നെയായിരിക്കും. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ബൈവേരിയേറ്റിൽ. അതായത് ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ നോക്കി. ആ 3-4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടുള്ള ഒരൊറ്റ പോയിന്റ് ആണ് ബൈവേരിയേറ്റ് നോർമലിൽ ഞാൻ കണ്ടത്. ഒന്ന്, ഈ മാർജിനൽസ് എന്താണെന്നുള്ള രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇഫ് എക്സ് വൈ ഫോളോസ് ബൈവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതായത് എക്സ് വൈ അത് ആ ഓർഡേർഡ് പെയറിലായിരിക്കും നമ്മൾ എപ്പോഴും ജോയിന്റ് ഡെൻസിറ്റി ഫംഗ്ഷൻസിനെ ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയായിരിക്കും.
അത് ഡിനോട്ടേഷൻ അങ്ങനെയാണ്. അതിപ്പം ബൈവേരിയേറ്റ് നോർമൽ എന്നല്ല, ബൈവേരിയേറ്റ് ഏതായാലും നമ്മൾ ഇങ്ങനെ ഒരു ഓർഡേർഡ് പെയറിലായിരിക്കും എപ്പോഴും എന്താക്കുക, ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾസിനെ ഡിനോട്ട് ചെയ്യുക. ബിക്കോസ് അവർ ടുഗെദർ ആയിട്ട് നിൽക്കുകയാണ്. സോ ഒരു ഓർഡേർഡ് പെയറിന്റെ ഉള്ളിലായിരിക്കും ഡിനോട്ടേഷൻ വരിക. അപ്പോ അങ്ങനെയുള്ള ഒരു എന്താ ബൈവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്താൽ then x and y are independent only if the correlation coefficient between them is 0. അവർ തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യന്റ് 0 ആണെങ്കിൽ മാത്രമേ എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആവുള്ളൂ. ശരിക്കും അത് ഈഫ് ആൻഡ് ഓൺലി ഈഫ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതായത് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ് ഇഫ് കോറിലേഷൻ കോഎഫിഷ്യന്റ് 0. അതേപോലെ കോറിലേഷൻ കോഎഫിഷ്യന്റ് 0 ആണെങ്കിൽ ദേ ആർ ഇൻഡിപെൻഡന്റ്. അത് ഈഫ് ആൻഡ് ഓൺലി ഈഫ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഓക്കെ, കോറിലേഷൻ കോഎഫിഷ്യന്റ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ അൺകോറിലേറ്റഡ്. ഈ കോറിലേഷൻ കോഎഫിഷ്യന്റ് 0 എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടത്, അൺകോറിലേറ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് ബൈവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ തിയററ്റിക്കൽ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇനി കണ്ട മാക്സിമം ക്വസ്റ്റ്യൻസ്, തിരിച്ചും മറിച്ചും മാക്സിമം 3 ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത്. ഒന്ന്, if x and y are jointly normal random variables, which of the following is always true? തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ എപ്പോഴും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ, x and y are independent if and only if they are uncorrelated. അതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചേ. അതാണ് ഞാൻ പറഞ്ഞത്, ആ പോയിന്റ് is very very important. ആ പോയിന്റ് ഒരിക്കലും മറക്കരുത്. if and only if ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, അങ്ങോട്ടും ഉണ്ട് തിരിച്ച് റിവേഴ്സും ഉണ്ട്. എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അത് അൺകോറിലേറ്റഡ് ആയിരിക്കും, ദാറ്റ് മീൻസ് കോറിലേഷൻ 0 ആയിരിക്കും. ഇനി അൺകോറിലേറ്റഡ് ആണെങ്കിൽ, ദാറ്റ് മീൻസ് കോറിലേഷൻ 0 ആണെങ്കിൽ ദേ ആർ ഇൻഡിപെൻഡന്റ് ഓൾസോ. അതിപ്പോ നമ്മൾ ഓൾറെഡി പഠിച്ചു. സോ അത് ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ശരിക്കും ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാ? കാര്യം ആദ്യം എന്തായാലും ഓരോ ഓപ്ഷനെ ട്രൂ ആയിട്ടുള്ളതുള്ളൂ. ആ ഒരെണ്ണം എ ആണെന്ന് മനസ്സിലായി, പിന്നെ ബിയും സിയും ഡിയും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണെന്ന് മനസ്സിലായി. സെക്കൻഡ് ഓപ്ഷൻ, എക്സ് പ്ലസ് വൈ ഈസ് ഓൾവൈസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. അതായത് അപ്പൊ അത് ചേർത്ത് വായിക്കണം കേട്ടോ, ഓപ്ഷൻ മാത്രമായിട്ട് വായിക്കരുത്. എക്സ് ആൻഡ് വൈ ആർ ജോയിന്റ്ലി നോർമൽ റാൻഡം വേരിയബിൾസ്. എക്സും വൈയും ജോയിന്റ്ലി നോർമൽ റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ഈസ് ഓൾവൈസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. എക്സ് പ്ലസ് വൈ എപ്പോഴും നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഇഫ് എക്സ് ആൻഡ് വൈ ആർ ജോയിന്റ്ലി നോർമൽ but not independent, their sum may not be normally distributed. അതായത് എക്സും വൈയും ജോയിന്റ്ലി നോർമൽ റാൻഡം വേരിയബിൾസ് ആയിക്കോട്ടെ, പക്ഷെ അവർ ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ ഒരിക്കലും നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവില്ല. അത് ഞാൻ എന്തിനാണ് ഇപ്പം ബാക്കിയുള്ള ഓപ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ ഇനി പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഓപ്ഷനിൽ നിന്ന് തന്നെ ഒരു 4 ക്വസ്റ്റ്യനും കൂടി അങ്ങ് പഠിച്ചോ. അപ്പോ 2 പോയിന്റ്സ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഒന്ന്, എക്സും വൈയും നോർമൽ ആണെങ്കിൽ, അതായത് ജോയിന്റ്ലി നോർമൽ റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ, അതായത് ഓർഡേർഡ് പെയർ ജോയിന്റ്ലി നോർമൽ റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആകുന്നത് അൺകോറിലേറ്റഡ് ആവുമ്പോഴാണ്. അൺകോറിലേറ്റഡ് ആവുമ്പോൾ ഇൻഡിപെൻഡന്റ് ആവും. അത് ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. 2, എക്സ് പ്ലസ് വൈ എപ്പോഴും നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും, അത് തെറ്റാണ്. എക്സ് പ്ലസ് വൈ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവണമെങ്കിൽ അഡിറ്റീവ് പ്രോപ്പർട്ടിയാ. അപ്പൊ എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ളത് നിർബന്ധമാണ്. പക്ഷെ അതെവിടെയും പറഞ്ഞിട്ടില്ല ക്വസ്റ്റ്യനില്. ജോയിന്റ്ലി നോർമൽ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ദേ ആർ ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞില്ല. സോ സെക്കൻഡ് ഓപ്ഷൻ ഓൾവൈസ് നമുക്ക് പറയാൻ പറ്റില്ല, അപ്പൊ അത് തെറ്റാണ്. തേർഡ് ഓപ്ഷൻ, എക്സ് ആൻഡ് വൈ ആർ ഓൾവൈസ് ഇൻഡിപെൻഡന്റ്. എക്സും വൈയും എപ്പോഴും ഇൻഡിപെൻഡന്റ് ആണെന്ന് അതും പറയാൻ പറ്റില്ല. എക്സും വൈയും എപ്പോഴും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അത് അൺകോറിലേറ്റഡ് ആയിരിക്കണം. അപ്പൊ ആ ഓപ്ഷൻ തെറ്റാണ്. ഇനി എക്സ് ആൻഡ് വൈ ആർ ഓൾവൈസ് കോറിലേറ്റഡ്, അതെന്തായാലും പറ്റില്ലല്ലോ. അപ്പൊ ഇതാണ് 4 ഓപ്ഷൻസ്. എക്സും വൈയും എപ്പോഴും കോറിലേറ്റഡ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അല്ലാത്ത സിറ്റുവേഷൻസ് വരാറുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. ഇതിനകത്തുനിന്ന് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ കിട്ടിയില്ലേ? ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, if z is equal to xy is a bivariate normal random variables, which of the following statement is false? ഫാൾസ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കോൺസെൻട്രേറ്റ് ചെയ്യാം. ബിക്കോസ് ഫാൾസ് ഏതാണെന്നാണ് ചോദ്യം, ട്രൂ അല്ല. നമുക്ക് എപ്പോഴും ഒരു ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസ് വായിച്ച് ശരിയാണെന്ന് സ്ഥാപിക്കാനാണ് ഇൻട്രസ്റ്റ് കൂടുതൽ, പക്ഷെ ഇവിടെ തെറ്റ് സ്ഥാപിക്കാനാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓപ്ഷൻ എന്താ? എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദേ ആർ അൺകോറിലേറ്റഡ്. അത് കറക്റ്റാ.
അത് നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല. ഇത് ശരിയാണ്. നമുക്ക് ഫോൾസാ വേണ്ടേ. അപ്പൊ അത് വിട്ടു. 2, എക്സ് പ്ലസ് വൈ ഈസ് യൂണിവേരിയേറ്റ് നോർമൽ. എക്സ് പ്ലസ് വൈ യൂണിവേരിയേറ്റ് നോർമൽ ആണ്. ഓക്കെ, എക്സ് പ്ലസ് വൈ യൂണിവേരിയേറ്റ് നോർമൽ ആണ്. ശരിയാണ്, എക്സ് പ്ലസ് വൈ യൂണിവേരിയേറ്റ് നോർമൽ ആയിരിക്കും. 3, വൈ ഗിവൺ എക്സ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് നോർമൽ റാൻഡം വേരിയബിൾ. അത് നമ്മൾ നേരത്തെ പോയിന്റ് വൈസ് പറഞ്ഞപ്പോ പറഞ്ഞു കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻസ് നോർമൽ ആയിരിക്കും. അപ്പൊ അതും ശരിയാണ്. ഇനി 4th ഓപ്ഷൻ, എക്സ് പ്ലസ് വൈ ആൻഡ് എക്സ് മൈനസ് വൈ ആർ ഇൻഡിപെൻഡന്റ്. എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും ഇൻഡിപെൻഡന്റ് ആവണമെങ്കിൽ എക്സ് പ്ലസ് വൈയുടെയും എക്സ് മൈനസ് വൈയുടെയും കൊവേരിയൻസ് 0 ആയിരിക്കണം. അതായത് അൺകോറിലേറ്റഡ് ആയിരിക്കണം. അപ്പൊ ആ ഓപ്ഷൻ ആണ് തെറ്റ്. അപ്പൊ അത് പഠിച്ചു വെച്ചോ. എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും ഇൻഡിപെൻഡന്റ് ആവണമെങ്കിൽ ഈ ഇൻഡിപെൻഡൻസി വരുമ്പോഴാണ് ശരിക്കും നമുക്ക് പ്രശ്നം വരാം. ഇപ്പൊ എക്സ് പ്ലസ് വൈയും ഏത് 2 റാൻഡം വേരിയബിൾസ് ഇൻഡിപെൻഡന്റ് ആവണമെങ്കിലും ഒന്നുകിൽ അത് ജനറലി ആണെന്ന് പറയണം, അല്ലെങ്കിൽ അതിന്റെ കൊവേരിയൻസോ കോറിലേഷനോ 0 ആവണം. അപ്പൊ ഇവിടെ കൊവേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വൈ കോമ എക്സ് മൈനസ് വൈ 0 ആവുമ്പോഴാണ് ഇൻഡിപെൻഡന്റ് ആവുന്നത്. സോ 4th ഓപ്ഷൻ ആണ് തെറ്റ്. 4th ഓപ്ഷൻ ആണ് തെറ്റ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ബൈവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ the correlation coefficient rho indicates. റോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ശരിക്കും ഞാൻ ഇടയ്ക്ക് വിചാരിച്ചതാണ് റിഗ്രഷന്റെയും കോറിലേഷന്റെയും ഒരു ടോപ്പിക് ചെയ്യാമെന്ന്. അത് ചെയ്യാം, കോറിലേഷന്റെ റിഗ്രഷന്റെ ഒരു ടോപ്പിക് ചെയ്യാം, ബിക്കോസ് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നമുക്കിങ്ങനെ ഭയങ്കര ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന ഒരു ഏരിയ ആണ് കോറിലേഷനും റിഗ്രഷനും ഒക്കെ കേട്ടോ. അപ്പൊ ഈ ടെസ്റ്റിങ്ങും എസ്റ്റിമേഷനും ഒന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളവർ, പഠിക്കാൻ പറ്റുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ റിഗ്രഷനും കോറിലേഷനും ഒക്കെ ഒന്ന് നോക്കി വെച്ചോ, അതിനൊക്കെ എന്തായാലും ചോദിക്കും. ഓക്കെ, അപ്പൊ ആ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ, the strength and direction of the linear relationship between x and y. എക്സും വൈയും തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് ആണ്, ഡയറക്ഷൻ ആണ്, അതായത് ആ മെഷർമെന്റ് ആണ്. അതാണ് കോറിലേഷൻ കോഎഫിഷ്യന്റ്. നമ്മള് റിഗ്രഷനും കോറിലേഷനും സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അങ്ങനെയല്ലേ? റിഗ്രഷൻ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഇസ് ദ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ്. 2 വേരിയബിളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ സ്വഭാവം, നേച്ചർ ആണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ആ സ്വഭാവം ഇപ്പൊ അത് ലീനിയർ ആണെങ്കിൽ അത് എത്രമാത്രം ഉണ്ട്, ആ മെഷർമെന്റ് ആണ് കോറിലേഷൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പൊ അതാണ് ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ എ ആണ്. എന്നാ ബാക്കി കൂടെ വായിച്ചു നോക്കിക്കോ, അപ്പൊ നമുക്ക് മനസ്സിലാവും. സെക്കൻഡ് ഓപ്ഷൻ എന്താ? പ്രോബബിലിറ്റി ഓഫ് എക്സ് ആൻഡ് വൈ ബീങ് ഈക്വൽ. അതാണ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും അല്ല, പ്രോബബിലിറ്റി ഒന്നും അല്ല. മീൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ, ഡിസ്ട്രിബ്യൂഷന്റെ മീൻ ആണത്. അതും എന്തെങ്കിലും അല്ല, വേരിയൻസും അല്ല. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ്, കോറിലേഷൻ എന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് ദാറ്റ് നേച്ചർ ആണ് കോറിലേഷൻ കോഎഫിഷ്യന്റ്. പിന്നെ കോറിലേഷൻ കോഎഫിഷ്യന്റിലൊക്കെ ഒരുപാട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പോയിന്റുകൾ ഓർത്തു വെക്കാനുണ്ട്. കോറിലേഷൻ ആറും റിഗ്രഷൻ കോഎഫിഷ്യന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പുകൾ ഒരുപാടുണ്ട്. ആംഗിളുകൾ തന്നിട്ട് എന്താണ് പെർപെൻഡിക്കുലർ ആണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കോറിലേഷൻ കോഎഫിഷ്യന്റിൽ കേട്ടോ. അതങ്ങനെ ഭയങ്കര സമയം എടുത്ത് പഠിക്കണം എന്നൊന്നുമില്ല, ഒരു 10 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ പറ്റും. നമുക്ക് പ്രോബബിലിറ്റി ഒക്കെ ഒന്ന് മൂവ് ചെയ്തിട്ട് സമയം ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? ബൈവേരിയേറ്റ് നോർമൽ എന്താണ്, അതിന്റെ കുറച്ച് ക്യാരക്ടേഴ്സ് ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി. ആ ഒറ്റ പ്രോപ്പർട്ടിയിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ, അല്ലാതെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടൊന്നുമില്ല. ഞാൻ ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി, അതിലൊക്കെ ഈ ഒരു ഇൻഡിപെൻഡൻസി വെച്ചിട്ടുള്ള കണക്ഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കണ്ടിട്ടുള്ളത്. സോ അതൊന്ന് ഇതാക്കുക. അതായത് എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും ഇൻഡിപെൻഡന്റ് ആവണമെങ്കിൽ അത് അൺകോറിലേറ്റഡ് ആയിരിക്കണം. അത് തിരിച്ചുണ്ട് ബൈവേരിയേറ്റ് നോർമലിന്റെ കേസിൽ മാത്രം. ഓക്കെ, ബാക്കിയുള്ളത് നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് നോക്കണം. എല്ലാ റാൻഡം വേരിയബിൾസിനും അതുണ്ടോന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ പറയുന്ന ബൈവേരിയേറ്റ് നോർമലിന്റെ കേസാണ്. അവിടെ എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആവണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ദേ വെർ അൺകോറിലേറ്റഡ്. അൺകോറിലേറ്റഡ് മീൻസ് കോറിലേഷൻ ഇസ് 0. പിന്നെ മാർജിനൽസ് നോർമൽ ആയിരിക്കും, കണ്ടീഷണൽസ് നോർമൽ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ തിയറി നമ്മൾ കോമ്പറ്റേറ്റീവ് മോഡിൽ കഴിഞ്ഞു. ഓക്കെ, അപ്പോ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും മനസ്സിലാവാനോ അല്ലെങ്കിൽ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലോ ഒക്കെ കമന്റ് ബോക്സിൽ ഇടാം. ഓക്കെ, നമുക്കത് അവിടെ തന്നെ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജസ് അയക്കാം. അപ്പൊ ഓക്കെ.